വിയ്യൂർ സെൻട്രൽ ജയിലിൽ സഹതടവുകാർ തമ്മിൽ തല്ല് നടന്നു. ഈ തമ്മിൽ തല്ലിൽ ആലുവയിലെ ബാലികയെ കൊലപ്പെടുത്തിയ അസ്ഫാഖ് ആലത്തിനും പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെയാണ് സംഭവം നടന്നത്. അടിപിടിയിൽ തലക്ക് പരിക്കേറ്റ അസ്ഫാഖ് ആലത്തെ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ചികിത്സ നൽകി തിരികെ കൊണ്ടുവന്നു. ഇയാൾക്ക് തലയിൽ തുന്നൽ ഇട്ടിട്ടുണ്ട്. നേരത്തെ 5 തവണ ജയിലിൽ ഇയാൾ സംഘർഷമുണ്ടാക്കിയിരുന്നു. അസ്ഫാഖ് ആലത്തെ ജയിൽ മാറ്റുന്നതിനുള്ള നടപടി തുടങ്ങിയതായി വിയ്യൂർ ജയിൽ അധികൃതർ പറയുന്നു. ആലുവയിലെ അതിഥി തൊഴിലാളികളുടെ 5 വയസ്സുള്ള മകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാണ് അസ്ഫാഖ് ആലം വിയ്യൂർ ജയിലിൽ കഴിയുന്നത്. സംഘർഷത്തിൽ വിയ്യൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അസ്ഫാഖ് ആലം അവിടെ ജയിൽ വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ സഹതടവുകാരനായ കോട്ടയം സ്വദേശി രഹിലാൽ ഇയാളെ ആക്രമിക്കുകയായിരുന്നു. ജയിലിലെ ഡി ബ്ലോക്കിലായിരുന്നു ഇരുവരെയും പാർപ്പിച്ചിരുന്നത്. നീ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കും അല്ലേടാ എന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം തുടങ്ങിയത്. സ്പൂൺ കൊണ്ട് അസ്ഫാഖിൻ്റെ തലയിലും മുഖത്തും കുത്തിയിട്ടുണ്ട്. അസ്ഫാഖ് ആലത്തിൻ്റെ പരാതിയിൽ തടവുകാരനായ രഹിലാലിനെതിരെ കേസെടുക്കുകയും ചെയ്തു. ഇരുവരെയും വെവ്വേറെ ബ്ലോക്കിലേക്ക് മാറ്റുമെന്നും ജയിലധികൃതർ പറയുന്നുണ്ട്. ബീഹാർ സ്വദേശിയായ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അസ്ഫാഖ് ആലത്തിനെ എറണാകുളം പോക്സോ പ്രത്യേക കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. ആലുവ തായ്ക്കാട്ടുകരയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ പെൺകുഞ്ഞിൻ്റെ മൃതദേഹം 2023 ജൂലൈ 28 ആലുവ മാർക്കറ്റിന് സമീപം ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കുഞ്ഞുങ്ങളെ വാത്സല്യത്തോടെ കണ്ടിരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ത്യ ശിശുദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിലെ കുഞ്ഞുങ്ങളുടെ വളർച്ചയും ഉയർച്ചയുമാണ് രാഷ്ട്രത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും എന്ന് പറഞ്ഞ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അസ്ഫാഖ് ആലത്തിനെ എറണാകുളം പോക്സോ പ്രത്യേക കോടതി ശിക്ഷ വിധിക്കുന്നത്. ഡൽഹിയിൽ 10 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയും കൂടിയാണ് അസ്ഫാഖ് ആലം. അന്നത്തെ ഡൽഹിയിലെ പോക്സോ കേസിൽ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് മുങ്ങിയ പ്രതി കേരളത്തിനാണ് പിന്നെ എത്തുന്നത്. ലൈംഗിക വൈകൃതം നിറഞ്ഞ വീഡിയോകൾ കാണുന്ന ശീലം പ്രതിക്കുണ്ടെന്നും മദ്യപിച്ച് റോഡിൽ കിടക്കുന്നതും വഴിയെ പോകുന്ന ആളുകളുമായി തർക്കമുണ്ടാക്കുന്നതും പതിവായിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇയാൾ നിർമ്മാണ തൊഴിലാളിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇയാൾ പണിക്ക് പോകാറില്ലായിരുന്നു. മോഷ്ടിക്കുന്ന പണം കൊണ്ട് മദ്യപിക്കുകയാണ് ഇയാളുടെ പതിവ്. ഇയാളെ തെളിവെടുപ്പിന് എത്തിച്ച സ്ഥലത്തൊക്കെ ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. അവനെ ഞങ്ങൾക്ക് വിട്ടുതരൂ എന്നവർ പോലീസിനോട് വിളിച്ച് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ജയിലിൽ അസ്ഫാഖ് ആലത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളികളെല്ലാം സന്തോഷിക്കുകയാണ്. സോഷ്യൽ മീഡിയ വരുന്ന കമൻറ്റുകളെല്ലാം അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്.